അപ്പോൾ എന്താ പറഞ്ഞത്, ഫോറഗുലോൺ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്, എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ വരുന്ന ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട്, അതിനോട് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഇനി ബാക്ടീരിയയിൽ പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്തായിരുന്നു, ബാക്ടീരിയയ്ക്ക് പലതരത്തിലുള്ള കണ്ടീഷൻസിൽ ജീവിക്കാനായിട്ട് പറ്റും. അതായത് ഫിസിക്കൽ ഫാക്ടേഴ്സ്, കെമിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡിപ്ലീഷൻ അങ്ങനെയുള്ള കണ്ടീഷനിൽ ബാക്ടീരിയയ്ക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് പോയിന്റ്, ആൻഡ് ദേ ഡെവലപ്പ് മെനി മെക്കാനിസം ടു ഓവർകം ദിസ് കണ്ടീഷൻ. എന്നിട്ട് എന്താണ്, അവർ കുറേ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഫിസിക്കൽ ഫാക്ടേഴ്സ്, കെമിക്കൽ ഫാക്ടേഴ്സ്, ന്യൂട്രിയൻസിൻ്റെ കുറവ്, അതിലൊക്കെ ജീവിക്കാനായിട്ട് അല്ലെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം is a starvation mechanism. ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാർവേഷൻ മെക്കാനിസമാണ്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ അളവ്, അതായത് പട്ടിണി, ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാർവേഷൻ കണ്ടീഷനിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്റ്റാർവേഷൻ മെക്കാനിസം which is to overcome the scarcity of the important nutrient, that is phosphate. Overcome the scarcity of SCARCITY, scarcity of the important nutrient that is phosphate. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ് ഇത് ഫോസ്ഫേറ്റ്. അതിൻ്റെ സ്കേഴ്സിറ്റിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. മുമ്പത്തേതിലൊക്കെ എങ്ങനെയായിരുന്നു, അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ അവരെന്താണ്, അടുത്തത് ഏതാണോ ഉള്ളത്, നൈട്രേറ്റ് ആണോ നൈട്രേറ്റ്, ഫ്യൂമറേറ്റ് ആണോ ഫ്യൂമറേറ്റ്, അതിനെ യൂസ് ചെയ്താൽ. പക്ഷേ ഇവിടെ ഫോസ്ഫേറ്റ് ഇല്ലെങ്കിൽ അവർ പകരം വേറെ ഒന്നിനെയല്ല, പകരം എന്താണ്, ബാക്ടീരിയ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിനെ യൂസ് ചെയ്ത് തന്നെ ഗ്രോ ചെയ്യാനായിട്ട് നോക്കുന്നു. അതാണ് അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലാതെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോസ്ഫേറ്റ് റെഗുലേഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, ഫോസ്ഫേറ്റ് സ്കേഴ്സിറ്റി ഈസ് ഓവർകം ബൈ ഫോസ്ഫേറ്റിനോടുള്ള സ്കേഴ്സിറ്റി ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്, ഓവർകം ബൈ ബാക്ടീരിയ by a unique mechanism called ഫോറഗുലോൺ. ആ യൂണീക്ക് ആയിട്ടുള്ള മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഫോറഗുലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ഫോറഗുലോൺ. ഹെഡിങ് PHO ഫോറഗുലോൺ അല്ല ഫോറഗുലോൺ. ഗ്ലോബൽ റെഗുലേറ്ററി മെക്കാനിസമാണ് ഈ ഫോറഗുലോൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതിക്കോ. ഫോറഗുലോൺ ഈസ് എ യുണീക്ക് മെക്കാനിസം